സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടം ആളുകളുടെയും സ്ഥലമാണ്. അവിടെ രണ്ടു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഹൃത്തുക്കളുടെയും നമ്മളെ നോക്കിയിരിക്കുന്ന സൂക്ഷ്മദർശിനികളുടെയും നമ്മളെ ഫേക്ക് പ്രൊഫൈലിൽ വന്ന് വേട്ടയാടുന്ന ആളുകളുടെയും ഒക്കെ സ്ഥലമാണ്. ഞാനൊരു യാത്ര പോകുന്നു ലണ്ടനിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിലുള്ള എൻ്റെ വീട്ടിലേക്ക്. അതിലെന്താ ഇത്ര പറയാൻ എന്ന് പലർക്കും തോന്നും. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്തവണത്തെ യാത്ര വിമാനത്തിലല്ല, കാറിലാണ്. നാടും നഗരവും നാട്ടാരെയും കണ്ട്, പല മുഖങ്ങൾ കണ്ട്, പല ടെറൈനുകൾ കണ്ട്, പല കാലാവസ്ഥകൾ അനുഭവിച്ച് ജേർണലിസം എന്ന ടാഗ് ഞാൻ 2018 മുന്നേ ഉപേക്ഷിച്ചു. കാരണം ജേർണലിസ്റ്റ് ആണെങ്കിൽ പല രാജ്യങ്ങളിലും അത് സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ സംശയദൃഷ്ടിയോടെ കാണും. എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോൾ സെൻസിറ്റീവ് ഏരിയയുടെ ആണെങ്കിൽ അതിന് വേറെ പ്രശ്നം ഉണ്ടാകും. ആ യാത്രയിൽ നമ്മൾ തേടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാഴ്ചകളെയാണ്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ യാത്രക്കാരുടെ താല്പര്യങ്ങൾ പലതുമാണ്. ബഹുമാന്യ സക്കറിയ അതിനകത്ത് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രൂസ് ഷിപ്പിലിരുന്ന് മണിക്കൂറുകളോളം ചീട്ട് കളിച്ച് പുറത്തേക്ക് കളിച്ചോണ്ടിരിക്കുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ടോ? ഒരു നോട്ടം പോലും പുറത്തേക്ക് നോക്കാത്ത യാത്രികരെ പറ്റി ബഹുമാന്യ സക്കറിയ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചാല് നമ്മളുടെ ടേസ്റ്റ് എന്താണ്. ഇപ്പം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓരോ വിൻഡോയിലും ഇരിക്കുന്ന ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട യാത്രകളാണ് അവരുടെ കണ്ണുകൾ തേടി പോകുന്നത്. അപ്പൊ എനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് എന്റെ മനസ്സിലുണ്ട്. ഷൺമുഖദാസ് മാഷ് രാജേഷ് കൃഷ്ണയുടെ പുസ്തകം ലണ്ടൻ ടു കേരള വായിച്ചതിന് ശേഷമുള്ള ഒരു യാത്രാനുഭവം നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. യാത്ര മാത്രമല്ല, യാത്ര എഴുത്തിന്റെ കാര്യങ്ങൾ, യാത്രയെക്കുറിച്ച്, പിന്നെ സിനിമയെക്കുറിച്ചും ടച്ച് ചെയ്ത് പോകാന്നായിരുന്നു. യാത്രയെക്കുറിച്ച് ഒരു സീരീസിന്റെ ഭാഗമായിട്ടും നമ്മൾ ആലോചനയുണ്ട്. അതും തുടർന്ന് പോകാനുള്ളൊരു ആലോചനയിൽ നമുക്ക് തുടങ്ങാം. മാഷെ, സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാല്, ഒരു യാത്രികനുമായിട്ട് ഇങ്ങനൊരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. ലണ്ടൻ ടു കേരള എന്നുള്ള ആ പുസ്തകമാണ് ഈ സംഭാഷണത്തിന് ആധാരം. യാത്രാവിവരണം എഴുതി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹം പത്രപ്രവർത്തകനാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ലണ്ടനിലേക്ക് പോകേണ്ടത് ജേർണലിസം പഠിക്കാനാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തും. രാജേഷിന്റെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ ഈ സഞ്ചാര സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി ആ നിലയ്ക്ക് കൂടി നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ 2 ഭൂഖണ്ഡങ്ങൾ, 19 രാജ്യങ്ങൾ, 49 ദിവസം, 20,000 കിലോമീറ്റർ. 2 ഭൂഖണ്ഡങ്ങൾ, 19 രാജ്യങ്ങൾ, 75 നഗരങ്ങൾ, 49 ദിവസങ്ങൾ, 20,000 കിലോമീറ്റർ, ലണ്ടൻ മുതൽ കേരളം വരെ ഒറ്റയ്ക്കൊരു കാർ യാത്ര. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ യാത്ര, നമ്മളിപ്പോ സംസാരിക്കുന്ന യാത്രയുടെ ഇപ്പം യാത്രക്കാരൻ രൂപപ്പെടുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാന് എന്റെ ഉള്ളില് സഞ്ചാരി എന്ന് പറയുന്നത് ഒരു ദൈവം. മുമ്പ് മാഷ് പറഞ്ഞ പോലെ ഞാൻ ഇന്ന മേഖലകൾ എന്നൊക്കെ പറയുമ്പോഴും പുറത്തൊരു ജേർണലിസം എന്നൊരു ഒരു വീഥി തിരഞ്ഞെടുക്കുന്നതും എല്ലാം എനിക്ക് ഒരിടത്ത് ഇരിക്കാൻ മടുപ്പുള്ള ഒരാളാണ്. ഓരോരുത്തർക്കും ഓരോ സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നുന്ന ഒരാളാണ്. അത് ഇപ്പം ഞാൻ UK-യിലായാലും ഒരിക്കലും ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഒരു സ്ട്രെച്ച് താമസിച്ചിട്ടില്ല ഈ ഇത്ര 10-23 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിൽ. മാഷ് പറഞ്ഞ പോലെ ഞാൻ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം പഠിക്കാൻ വേണ്ടിയാണ്. ഈ പുസ്തകത്തില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര എന്ന രീതിയിൽ
പരാമർശിച്ചിട്ടുള്ളൊരു യാത്ര, അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ കൊടകരയിൽ ഉണ്ടായിരുന്ന ലോനപ്പൻ നമ്പാടൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു TKG നായർ. രാജേഷ് കൃഷ്ണ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയതാണ് ഈ യാത്രയുടെ ഈ അനുഭവങ്ങളുടെ ഒരു തുടക്കം എന്നുള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ പോയപ്പോൾ അവിടെ ഓരോ സ്ഥലത്ത് പോയ കാര്യമൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രകളിലേക്ക് അനുഭവങ്ങൾ, അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പത്രപ്രവർത്തകനായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ കുറച്ചു നേരം ഈ സിനിമാ നിർമ്മാതാവ്. ഇപ്പോൾ ഈ പുസ്തകത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. ഈ പുസ്തകത്തിൽ ഈ അനുഭവങ്ങൾ അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ പലയിടത്തും അദ്ദേഹത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കണ സന്ദർഭത്തിൽ അതിർത്തിയിൽ വെച്ചിട്ട് സഹായകമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു കാര്യം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, അദ്ദേഹം പത്രപ്രവർത്തകൻ നല്ല എഴുതി കൊടുക്കുക, ഫിലിം പ്രൊഡ്യൂസർ എന്നാണ്. അപ്പം ഫിലിം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും അവർക്കത് അനുവദിക്കാനായിട്ട്, അപ്പുറത്തേക്ക് കടത്തിവിടാനായിട്ട് എളുപ്പമായിരുന്നു. മാത്രമല്ല പലയിടത്തും അവർക്ക് മലയാള സിനിമ എന്നവർക്ക് അതിനൊരു ധാരണയില്ല. പക്ഷേ ഈ അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാൻ, സൽമാൻ ഖാനെന്ന് തോന്നുന്നു, ഈ പേരുകൾ അവർക്കറിയാം. അപ്പോൾ ഫിലിം പ്രൊഡ്യൂസറാണ്, പത്രപ്രവർത്തകരാണ്. പിന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് രാജേഷിൻ്റെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ ഈ സഞ്ചാര സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആ നിലയ്ക്ക് കൂടി നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട്. അപ്പോൾ ആമുഖമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സഞ്ചാരം തുടങ്ങിയ അനുഭവത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞുള്ളത് വീണ്ടും ഒന്ന് ഓർക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് അമ്മാവൻ്റെ അടുത്തേക്ക് പോയ ഓർമ്മ അതിൽ പറയുന്നുണ്ടല്ലോ. യാത്രയോടുള്ളൊരു താല്പര്യം അങ്ങനെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത് എന്നാണ് എഴുതിയുള്ളത്. അപ്പം ആ തിരുവനന്തപുരം യാത്ര കുട്ടിക്കാലത്ത് ആണെന്ന് തോന്നുന്നു. അപ്പം ആ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ലണ്ടനിലേക്ക് വരാം. നമസ്കാരം. ഞാന് ഇപ്പോ പുസ്തകത്തിലെ യാത്രയെ പറ്റി പറഞ്ഞതില് ഒരു തിരുത്തെന്ന് പറഞ്ഞാൽ 49 ദിവസമാണ് എടുത്തത്. ഇപ്പം 2 അതിൽ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ 2 ഭൂഖണ്ഡങ്ങൾ, 19 രാജ്യങ്ങൾ, 49 ദിവസം, 20,000 കിലോമീറ്റർ. ഞാനത് ഓർമ്മയും തെറ്റിയതാണ്. 2 ഭൂഖണ്ഡങ്ങൾ, 19 രാജ്യങ്ങൾ, 75 നഗരങ്ങൾ, 49 ദിവസങ്ങൾ, 20,000 കിലോമീറ്റർ, ലണ്ടൻ മുതൽ കേരളം വരെ ഒറ്റയ്ക്കൊരു കാർ യാത്ര. അങ്ങനെ ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ യാത്ര, നമ്മളിപ്പോ സംസാരിക്കുന്ന യാത്രയുടെ ഇത്. ഇപ്പം യാത്രക്കാരൻ രൂപപ്പെടുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാന് എന്റെ ഉള്ളില് സഞ്ചാരി എന്ന് പറയുന്നത് ഇപ്പം മുമ്പ് മാഷ് പറഞ്ഞ പോലെ ഞാൻ ഇന്ന മേഖലകൾ എന്നൊക്കെ പറയുമ്പോഴും പുറത്തൊരു ജേർണലിസം എന്നൊരു ഒരു വീഥി തിരഞ്ഞെടുക്കുന്നതും എല്ലാം എനിക്ക് ഒരിടത്ത് ഇരിക്കാൻ മടുപ്പുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരു മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നുന്ന ഒരാളാണ്. അത് ഇപ്പം ഞാൻ UK-യിലായാലും ഒരിക്കലും ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഒരു സ്ട്രെച്ച് താമസിച്ചിട്ടില്ല. ഈ 10-23 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിൽ. മാഷ് പറഞ്ഞ പോലെ ഞാൻ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം പഠിക്കാൻ വേണ്ടിയാണ് UK-യിലേക്ക് പോയത്. ബർമിംഗ്ഹാമിലായിരുന്നു പഠിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ ട്രെയിനിങ് ഭാഗ്യവശാൽ ഞാൻ അതിനു മുമ്പ് കൈരളിയിൽ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സീ ന്യൂസിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ രാജ് ടി വി അല്ലേ? അത് UK-യിലെ തന്നെയാണ്. രാജ് TV UK-യിലാണ്. ആദ്യത്തെ ട്രെയിനിങ് ഭാഗ്യവശാൽ കിട്ടിയത് BBC-യുടെ ഫണ്ടഡ് കോഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ BBC-യിലാണ് ആദ്യത്തെ ട്രെയിനിങ് കിട്ടിയത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചാൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിനിടെ രാജ് TV എന്ന് പറയുന്ന
ഒരു ഒരു ഏഷ്യൻ ചാനൽ, ബർമിംഗ്ഹാം ആസ്ഥാനമായി പ്രവർത്തിച്ച, എളുപ്പത്തിൽ മനസ്സിലാവാൻ പറഞ്ഞാൽ നമ്മുടെ സുപരിചിതനായ ക്രിക്കറ്റർ വസീം അക്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചാനൽ അത് സെറ്റപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർക്കുകളിൽ ഭാഗമാക്കാവാൻ കഴിഞ്ഞു. അതൊക്കെയാണ് ജേർണലിസം കരിയർ എന്ന് പറയുന്നത്. ഇപ്പം ആദ്യത്തെ യാത്രയിലേക്ക് മടങ്ങി വന്നാല് നമ്മള് ഓർമ്മയിൽ ആദ്യത്തെ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടോ? അതിങ്ങനെ MT രണ്ടാം എഴുത്തിൽ പറയുന്ന പോലെ ആനയുടെ കാൽപ്പാടുകൾ പോലെ പതിഞ്ഞു കിടക്കുന്ന ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ആദ്യത്തെ യാത്ര എനിക്ക് ഓർമ്മയുള്ള തിരുവനന്തപുരം യാത്രകളാണ്. ആദ്യമായി പോയത് അച്ഛനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കാണിക്കാൻ പോയ യാത്രയെ കുറിച്ചാണ് ഒന്ന് ചോദിക്കുക. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ചു ദിവസം നിൽക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അതിന് എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി ഒരു സിറ്റി ബസ്സിൽ കയറിയിരുന്ന് ശംഖുമുഖം പോയിട്ട് തിരിച്ചു വരിക. ജവഹർനഗറിലായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ്. അപ്പം അങ്ങനെ ആ അവധിക്കാലം മിക്കവാറും മിനിമം 1 മാസമെങ്കിലും തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് അവിടുന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതിലെ കാഴ്ചകൾ, ഇപ്പൊ നമുക്ക് രൂപപ്പെടുന്ന കാഴ്ചകൾ, അന്നത്തെ വഴികൾ, ഇന്നും മറക്കാത്ത ചില ഷോർട്ട് കട്ടുകളുണ്ട് തിരുവനന്തപുരത്ത്. അത് ആ യാത്രയിൽ നിന്ന് രൂപപ്പെട്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവായി എനിക്ക് തോന്നുന്ന എന്റെ ഒരു ഗുണം, യാത്രയിലെ ഗുണം എന്ന് പറയുന്നത് എന്റെ ദിശാബോധമാണ്. എനിക്കിപ്പം ഏകദേശം ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ, സൂര്യനെ എവിടെ നിന്ന് നോക്കിയാൽ ഒരു ദിശാബോധം ഉണ്ട് എങ്ങോട്ടാണ് മനസ്സാണ് ദിശാബോധം എഴുതിയിട്ടുള്ളൂ. മനസ്സാണ് ദിശാബോധം അത് ഈ യാത്രയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് ചെല്ലണമെന്നുള്ള ഇതൊന്നുമില്ല. ഒരു രാജ്യത്ത് നിന്ന് ഇന്ന രാജ്യത്തേക്കാണ് കടക്കേണ്ടതെന്ന് അറിയാം. ആ രാജ്യത്തിനുള്ളിൽ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അല്ല, മികച്ച വഴികളിലൂടെ ഇപ്പൊ ഒരു ഹൈവേകൾ ഒഴിവാക്കിയാണ് ഞാൻ പൊതുവെ യാത്ര ചെയ്യുക. കാരണം ഹൈവേയിലൂടെയുള്ള യാത്ര വിരസമാണ്. അവിടെ വണ്ടികൾ കാണാം. അല്ലെങ്കിൽ യൂറോപ്പിലെ ഹൈവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് റോഡിനപ്പുറം എന്താണെന്ന് കാണാൻ പറ്റില്ല, കാരണം മതിലുകളുണ്ട്. എന്നാൽ മറ്റ് നാട്ടുമ്പുറങ്ങളിലായാലും ഹൈവേ എന്ന് പറയുന്നത് കുറെ ഒട്ടൊക്കെ വിജനമായ സ്ഥലത്തു കൂടിയായിരിക്കും ഹൈവേകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഹൈവേയിലൂടെയുള്ള യാത്രകൾ മിക്കപ്പോഴും വിരസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉൾവഴികളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത്. ഉൾവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരെയും യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ഗ്രാമവും എന്താണ് ആ രാജ്യമെന്നും ഒക്കെ മനസ്സിലാവാൻ കഴിയും. കാരണം നമ്മൾ വളരെ 1-2 ദിവസം കൊണ്ടാണ് ഒരു രാജ്യത്തൂടെ ഇപ്പൊ ഈ യാത്ര കടന്നു പോകുന്നത്. ഇതിൽ പല രാജ്യങ്ങളും ഞാൻ നേരത്തെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. എന്നാൽ പലതും എനിക്ക് ആദ്യമായി സഞ്ചരിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇറാൻ പോലെയുള്ള. അപ്പം ആ യാത്രയിൽ നമ്മൾ തേടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാഴ്ചകളെയാണ്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ യാത്രക്കാരുടെ താല്പര്യങ്ങൾ പലതുമാണ്. ബഹുമാന്യ സക്കറിയ അതിനകത്ത് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രൂസ് ഷിപ്പിലിരുന്ന് മണിക്കൂറുകളോളം ചീട്ട് കളിച്ച് പുറത്തേക്ക് കളിച്ചോണ്ടിരിക്കുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ടോ? ഒരു നോട്ടം പോലും പുറത്തേക്ക് നോക്കാത്ത യാത്രികരെ പറ്റി ബഹുമാന്യ സക്കറിയ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചാല് നമ്മളുടെ ടേസ്റ്റ് എന്താണ്. ഇപ്പം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓരോ വിൻഡോയിലും ഇരിക്കുന്ന ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട യാത്രകളാണ് അവരുടെ കണ്ണുകൾ തേടി പോകുന്നത്. അപ്പൊ എനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് എന്റെ മനസ്സിലുണ്ട്. ആ കാഴ്ചകളാണ് ഞാനിതിൽ കണ്ടിട്ടുള്ളത്. അതിന്റെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാനിപ്പോ യാത്രയിലെ നിങ്ങൾക്ക് എനിക്കോ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന വിവരങ്ങൾ എന്റെ പുസ്തകത്തിലില്ല. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന വിവരങ്ങളാണ്. ഞാൻ ഈ യാത്രയിൽ കണ്ട പച്ച മനുഷ്യരെയും ഈ യാത്രയിൽ കണ്ട ചില സ്ഥലങ്ങളുടെ പ്രത്യേകതയും ആ യാത്രയിലെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങളെയും മുൻകാലങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കടന്നുപോയിട്ടുള്ള ചില അനുഭവങ്ങളെ ഒക്കെ കോർത്തിണക്കി അത് എന്റെ യാത്രയുടെ ഒരു പുസ്തകമാണ്. അല്ലാതെ അത് മറ്റൊരാൾക്ക് ഒരുപക്ഷെ ഇത് ഫോളോ ചെയ്തിട്ട് വേറൊരു യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് യാത്ര ചെയ്യേണ്ടതിന്റെ വിവരങ്ങൾ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോ ഒരു അധ്യായം തന്നെ വിരേയ എന്ന് പറയുന്ന 89 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടുള്ള അവര് ഒരു അദ്ദേഹത്തിന്റെ പേര് തന്നെ അവരുടെ പേരാ കൊടുത്തല്ലേ തോന്നുന്നുണ്ട്.
അതെ, വയ്യര അവിടെ വയ്യര. കണ്ടുമുട്ടിയത് വളരെയധികം തീക്ഷ്ണമായുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടുള്ള അത്തരം അനുഭവങ്ങളുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നതാണ്. പക്ഷെ അവരെ സ്നേഹത്തോടു അല്ല, കൂടി ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളും നമ്മള് ശക്തിയുക്തം വാദിക്കുമ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളെ കേൾക്കുക എന്നൊരു കാര്യമുണ്ട്. അത് നമ്മള് പ്രതിപക്ഷ ബഹുമാനത്തിന് അപ്പുറത്തേക്ക്, കാരണം അവര് കടന്നു വന്നിരിക്കുന്നത് അവരുടെ കുടുംബത്തെ ഉന്മൂലനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വേട്ടയാടിയിരിക്കുന്നത് എല്ലാം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളാണ്. അത് നമുക്ക് ഇല്ലാന്ന് പറഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ അവര് അതേ നാവ് കൊണ്ട് തന്നെ കേരളത്തിലെ സോഷ്യലിസ്റ്റ് ഭരണത്തെ കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ അവര് വന്ന് കണ്ടതിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ അവരുടെ വീടിന്റെ പേര് ഒരു സവിശേഷമായിട്ടുള്ള പേരാണല്ലോ. റെസ്റ്റോറന്റ്, അവരുടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റിന്റെ ഗണേഷ് ഗണേശോത്സവം ഗണേശോത്സവം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ റെസ്റ്റോറന്റ്. ഇപ്പൊ റെസ്റ്റോറന്റ് നടത്തുന്നില്ല. ഞാൻ അവരെ ഒരു 10 പതിറ്റാണ്ട് മുന്നേ ഞാൻ സെർബിയയിൽ പോയപ്പോ കണ്ടതാണ്. സ്ലോവാക്യയിൽ സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലവയിലാണ് അവരുടെ റെസ്റ്റോറന്റ്. ആ റെസ്റ്റോറന്റിൽ പോയപ്പോൾ എന്റെ ഓസ്ട്രിയയിലുള്ള സുഹൃത്തുണ്ട് സുറോഷ്, അദ്ദേഹവുമായി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോ ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ, ഇങ്ങനൊരു റെസ്റ്റോറന്റിൽ പോകാന്ന് പറഞ്ഞ് അവിടെ പോയതാണ്. അപ്പൊ അന്ന് മുതൽ തുടർന്ന് വന്ന ഒരു സൗഹൃദമാണ്. എനിക്ക് എന്റെ യാത്രയുടെ പഥത്തിൽ ബ്രാറ്റിസ്ലാവ ഇല്ല. എന്നാൽ ഞാന് ഒരു 10-70 കിലോമീറ്റർ ഇപ്പുറത്ത് എത്തിയിട്ട് അവരെ കാണാതെ പോകുന്നത് ശരിയല്ല എന്ന വൈകാരികതയിലാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. കാരണം അവര് പലപ്പോഴും നമ്മൾ അവിടെ ഒരു പ്രാവശ്യത്തെ ഭക്ഷണം അല്ലെങ്കിൽ 2 പ്രാവശ്യത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ബന്ധത്തിലപ്പുറം നമ്മൾ ഭയങ്കരമായി എനിക്ക് ആ ചരിത്രത്തോട് വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെയുള്ള ചരിത്ര കഥകൾ തന്നിട്ടുള്ള ഞാൻ എന്റെ BA-യും MA-യും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചരിത്രത്തിലാണുള്ളത്. എന്റെ അച്ഛനൊരു ചരിത്ര അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ജേർണലിസത്തിലേക്ക് മാറുന്നത്. അപ്പൊ ആ ഒരു ചരിത്രത്തോടുള്ള താല്പര്യം കൊണ്ട് തന്നെ അത്തരം കഥകൾ കേൾക്കാനും അതിനെ എന്റേതായ തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ കഥകൾ കേട്ടതും അതിനകത്ത് വളരെ വൈകാരികവും വളരെ തീവ്രവുമായ അവരുടെ മാനസിക വ്യാപാരങ്ങളും ഒക്കെ നമ്മൾ കേട്ടത്. ഇപ്പൊ 90 വയസ്സായ ഒരാളെ എനിക്ക് ആ യാത്രയിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷെ ഇനി ഒരിക്കലും ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാവുന്ന ഒരു സൗഹൃദത്തെ ഒരു 70 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, അത് കണ്ടിട്ട് പോവുക എന്നുള്ളത് എന്റെ താല്പര്യമാണ്. അത്തരം ചില താല്പര്യങ്ങൾ, ചെറിയ ചെറിയ താല്പര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ സൗഹൃദങ്ങൾ ഇപ്പം ഏത് നഗരത്തിലായാലും എനിക്ക് 1, 2, 3 സുഹൃത്തുക്കളുണ്ടാവും. ഈ യാത്രയിലും ഞാൻ അതിൽ പരമാവധി ആളുകളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ കൂടെ ബർമിംഗ്ഹാമിൽ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം ചെയ്ത ലീ ചാങ് എന്ന സഹപാഠിയെ ഞാന് ഓടിച്ചിട്ട് പിടിച്ചു. അതെ, ടിബറ്റില് കാണാൻ ഇടയായി. അപ്പൊ അത്തരം മുഹൂർത്തങ്ങളാണ് ഇതിനകത്ത് നമ്മൾ വിരസമായ യാത്ര, അല്ലെങ്കിൽ നമുക്ക് ഒരു ഘട്ടം എത്തുമ്പോ നമുക്ക് യാത്ര മടുത്തേക്കാം. എനിക്ക് മടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് എവിടെ ഇത് മടുക്കും, എനിക്ക് തിരിച്ചു പോകേണ്ടി വരുമോ. തിരിച്ചു പോയില്ല എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. കാരണം അതൊരു ഇപ്പം എനിക്ക് രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെയും എന്നെ ഇതിന്റെ പേരിൽ കളിയാക്കുന്ന, വേട്ടയാടിയിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ 2 കൂട്ടം ആളുകളുടെയും സ്ഥലമാണ്. അവിടെ 2 കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഹൃത്തുക്കളുടെയും നമ്മളെ നോക്കിയിരിക്കുന്ന സൂക്ഷ്മദർശിനികളുടെയും നമ്മളെ ഫേക്ക് പ്രൊഫൈലിൽ വന്ന് വേട്ടയാടുന്ന ആളുകളുടെയും ഒക്കെ സ്ഥലമാണ്. അപ്പം ആ ഒരു ഇടത്തിൽ ഞാൻ 2018 ഈ യാത്ര തുടങ്ങാൻ വേണ്ടി എല്ലാം പലവട്ടം നീട്ടിവെക്കേണ്ടി വന്നല്ലോ അല്ലെ യാത്ര. അത് കഴിഞ്ഞ് 2018 നമ്മൾ തുടങ്ങാൻ എല്ലാമായി, പാകിസ്ഥാൻ വിസ ഒഴികെ എല്ലാമായി. അന്നൊക്കെ ഉണ്ടായ വേട്ടയാടലുകളിൽ നിന്ന് എങ്ങനെ പുറത്തു കടന്നു എന്നുള്ളത് ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഒത്തിരി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അന്ന് അതൊരു പ്രശ്നമായിരുന്നു. ഇപ്പൊ ഇതിനു വേണ്ടി ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ എന്റെ തോട്ടത്തിലും വലുതാണ്. കാരണം ജേർണലിസം എന്ന ടാഗ് ഞാൻ 2018 മുന്നേ ഉപേക്ഷിച്ചു. കാരണം ജേർണലിസ്റ്റ് ആണെങ്കിൽ പല രാജ്യങ്ങളിലും അത് സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ സംശയദൃഷ്ടിയോടെ കാണും.
എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോൾ സെൻസിറ്റീവ് ഏരിയയുടെ ആണെങ്കിൽ അതിന് വേറെ പ്രശ്നം ഉണ്ടാകും. ആ ടാഗ് മായ്ച്ചു കളയാൻ തന്നെ എനിക്ക് സമയമെടുത്തു. അതിൽ നിന്ന് ഞാൻ പുതിയ എന്റെ പ്രൊഫൈൽ ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് അതിലേക്ക് എത്തി ആണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. അപ്പം ജേർണലിസം വിട്ടത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഭാഗ്യവശാലൊന്നും സംഭവിച്ചില്ല എന്ന് പറയേണ്ടി വരും. എന്റെ ഈ ഒരു യാത്ര എന്ന ഒരു പാഷനിലേക്ക് ഞാൻ എത്താൻ വേണ്ടി സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ കുറേയേറെ ഉണ്ട്. ഇപ്പൊ യാത്ര നടന്ന സമയത്ത് ഇത് ഭയങ്കര നിസ്സാര യാത്രയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ കോംപ്ലക്സ് സിറ്റുവേഷൻസ് കൂടിക്കൂടിയാണ് വരുന്നത്. ഇപ്പൊ ഇറാനിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇറാനില് പെട്ടെന്ന് ഇറാൻ പറഞ്ഞപ്പോ ഓർത്തതാണ്, ഇറാനിലുള്ള ജനങ്ങള് ഈ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവരോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന പറയുന്ന ആ ഒരു അനുഭവം പറയണത്. ഇപ്പൊ ഇറാനിലാണോ അറിയില്ല, മജീദ് അവിടെയാണോ? മജീദ് എന്ന് പറയുന്ന അതെ, മജീദ് തുടങ്ങി ഞാൻ പറയുന്നത്, ഞാൻ ഈ യാത്രയിൽ കണ്ട ചിലരെ ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണുന്നവരല്ല. അവർക്ക് എന്നെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല. മജീദ് ഏകദേശം 40 മിനിറ്റോളം എടുത്ത് ഡീസൽ അടിച്ചു തന്ന ഒരാളാണ്. അയാളെ ഞാൻ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണണമെന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോ ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു, അദ്ദേഹം സേഫായി ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ട്രിപ്പിൽ ഞാൻ കണ്ട ഫോൺ നമ്പർ സേവ് ചെയ്ത മുഴുവൻ ആളുകളെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആ ആളുകളെല്ലാം സേഫായി ഇരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നതിന്റെ സന്തോഷം. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത്രയും ദൂരത്തിൽ. പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയ അല്ലെങ്കിൽ കൂട്ടിയിടിച്ച ആളുകൾ ലോകത്തിന്റെ ഒരു ഭാഗത്ത് സേഫായി ഇരിക്കുന്നു എന്നറിയുന്നതിന്റെ ഒരു സന്തോഷം, അവര് ഇങ്ങോട്ട് കാണിച്ച മാനുഷിക പരിഗണന നമ്മൾ അങ്ങോട്ടൊരു ചെറിയ തോതിൽ ഒരു തിരക്കിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കാനല്ല. ഞാനീ ലണ്ടൻ ടു കേരള വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, യാത്രയുടെ കൂടെ തന്നെ ഈ വായന പല ഘട്ടങ്ങളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പവിത്രൻ തീക്കുനിയുടെ കവിതയായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല പുസ്തകങ്ങളായി, ഇപ്പം ആൽക്കെമിസ്റ്റ് എന്നുള്ള പൗലോ കൊയ്ലോയുടെ നോവലായിരിക്കാം. ഈ വായന പലതരത്തിൽ ഈ പുസ്തകത്തിൽ കടന്നു വരുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ മറ്റേ പഴയ കാലഘട്ടത്തിൽ, നമുക്കത് പഴയ കാലം എന്ന് പറയാൻ പറ്റും, 90-ന് മുമ്പുള്ള ഈ സോവിയറ്റ് കുട്ടിക്കാലത്ത് സോവിയറ്റ് കഥകൾ വായിച്ചതിൻ്റെ കേട്ടതിൻ്റെയൊക്കെ ഭയങ്കര വായനയുടെ ഒരു പശ്ചാത്തലം ഈ യാത്രാ വിവരണത്തിലുണ്ട്. യാത്രയുടെ കൂടെ ഈ വായനയുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പം ആ ഒരു യാത്ര വിവരണം എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പം ഈ ആ വായനയുടെ കാര്യം അതും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. വായന എന്ന് പറയുന്നത് ഇപ്പം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പഴയ മാഗസിൻ നമ്മുടെയൊക്കെ വീടുകളിൽ അന്നുണ്ടായിരുന്ന ഒരു, ചില വീടുകളിലെങ്കിലും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോവിയറ്റ് ലാൻഡ് ആണ് തോന്നുന്നത് അല്ലേ? മാഗസിന്റെ പേര് സോവിയറ്റ് യൂണിയൻ തന്നെ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല. അവര് ഫിലിമിന്റെ ഒരു ഇതൊക്കെ ഇറക്കിയിരുന്നു, ഫിലിമിന് മാത്രമായിട്ട് ഒരു മാസം ഉണ്ടായിരുന്നു. അതെ, ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഇത് ഇറങ്ങുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ്, റഷ്യൻ കഥകൾ. അപ്പം എന്റെ അച്ഛൻ അല്ലെങ്കിൽ വീട്ടിലുള്ളവര് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് വേണമെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷറി, ആ പുസ്തകത്തിന്റെ കാര്യത്തിൽ ലക്ഷറി ഉണ്ടായിരുന്നു. അപ്പൊ സോവിയറ്റ് യൂണിയനിൽ കാണുമ്പോഴാണ് നമ്മള് ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പോലും നമുക്ക് ചെറുപ്പത്തിൽ അറിയില്ല. കേരളം, മലയാളി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് ആ സ്കൂൾ ഡേയ്സിലൊന്നും അതൊന്നും ആയിട്ടില്ല. അപ്പൊ ആ ബുക്കുകളിൽ കാണുന്ന ലോകം ഈ ഭൂമിയിൽ തന്നെ ഉള്ളതാണെന്നും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണെന്നും ഒക്കെ മനസ്സിൽ ഒരു താല്പര്യം ജനിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ ആസ്വദിച്ച് വായിച്ച പുസ്തകങ്ങളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്
ഈ മഹാഭാരതത്തിന്റെ പുനരെഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉദാഹരണത്തിന് രണ്ടാം ഊഴമായാലും ശിവാജി സാവന്തിന്റെ കർണനായാലും രണ്ടാം ഊഴം യാത്രാവർണ്ണത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇനി ഞാൻ അല്ല, അത്തരം ചില വായനകളാണ് എന്റെ ഈ പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാധീനിച്ചിട്ടുള്ളത് അത്തരം വായനകളാണ്. എനിക്ക് ഭാഷാപരമായ ഒഴുക്ക് എന്തെങ്കിലും ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് തോന്നിയാൽ അത് ഇതിന്റെ മാത്രം സ്വാധീനമാണ്. അതിനപ്പുറത്ത് ഞാനിപ്പോ യാത്രാ വിവരണം വായിച്ച് എനിക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന യാത്രാ വിവരണമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലെ താല്പര്യങ്ങൾ, നമ്മുടെ ടീനേജിലുള്ള താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ബുക്കുകളായിരിക്കും ഓരോ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുക. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് മാർക്കസിന്റെയും മറ്റും ബുക്കുകൾ പരിഭാഷപ്പെടുത്തിയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടോ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 10-20 വർഷം പോലും ആയിട്ടില്ല, അതിനുള്ളിലാണ്. ആ കാലഘട്ടത്തിൽ ഉറപ്പായി വായിച്ചിരുന്ന മാതൃഭൂമി വായിക്കും, വീക്കിലികൾ വായിക്കും, കലാമോദി വായിക്കും. അപ്പൊ അതിലൊക്കെയുള്ള ചെറു യാത്രാ വിവരണങ്ങള് അല്ലെങ്കിൽ മറ്റൊരു ലോകത്തെ കുറിച്ച് അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യമുണ്ട്. നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തെ കുറിച്ച് അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യമുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സ്ഥലമില്ല മലയാളികളുടെ മുന്നിൽ പ്രത്യേകിച്ച്. കാരണം ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വീഡിയോയും ഇല്ല, ഒരു രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റാഴിയില്ല. ഇപ്പൊ ഈ യാത്രയില് തന്നെ ഞാൻ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരുള്ള ഒരു ഡോക്ടറുടെ ലണ്ടനിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള കാർ യാത്ര. അദ്ദേഹത്തിന്റെ മകനെ ഞാൻ ഫോണിൽ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ കരുതുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര ലക്ഷൂറിയസ് ആയിട്ടാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അന്ന് വെറും മാപ്പ്, അടയാളപ്പെടുത്തിയ മാപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നു. അതിൽ 6 പേരാണ് അവർ യാത്ര ചെയ്തത്. ആ യാത്രയിൽ ഒരു കൊമേഡിയൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യാത്ര വിരസമാവാതിരിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ. ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. എനിക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്, പലയിടത്തും അത് ഉപയോഗിക്കാം. പൈസ കയ്യിൽ കരുതേണ്ട കാര്യമില്ല, കാർഡുണ്ട്. ഒത്തിരി മാറ്റങ്ങളാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റുകളുണ്ട്, അവരതിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയായിരുന്നു. ഞാൻ ഈ യാത്രയിൽ എല്ലാ ദിവസവും ഹോട്ടലിലാണ് താമസിച്ചിട്ടുള്ളത്. അതിന് ഹോട്ടലുകളുണ്ട്, അവര് ടെന്റ് കെട്ടി ഇടയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പം എന്റെ യാത്രയെ വേണമെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് തന്നെ കളിയാക്കിയ ഭാഷയെ പറഞ്ഞ ലക്ഷൂറിയസ് ആയ പ്രിവിലേജ്ഡ് ആയ യാത്രയാണ്. പ്രിവിലേജ്ഡ് ആയ യാത്രയിലേക്ക് എത്തിയ ദൂരം വളരെ വലുതാണ്. ഞാൻ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിപ്പം ഇന്ന് എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ ഞാൻ ടെന്റിൽ കിടക്കണം എന്ന, അതിനകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ട്. ഏത് രാജ്യത്ത് എങ്ങനായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കുന്നത്, ഞാൻ വേറെ ആളുകളുടെ കൂടല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോ നമ്മളെ ആക്രമിക്കാനും നമ്മൾ ആക്രമിക്കപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ്. ഞാന് ഇപ്പം വരുന്ന വഴികളിലെല്ലാം പലർക്കും ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ഒന്ന് ആലോചിക്കും, ഈ ആൾക്ക് എന്നേക്കാൾ കരുത്തനാണോ കാഴ്ചയിൽ? അല്ല എന്നുറപ്പുള്ള ഒരാളെ, കുട്ടികളെയും പ്രായമായവരെയാണ് ഞാൻ കൂടുതൽ വണ്ടിയിൽ കയറ്റിയത്. കാരണം ഒരാള് എന്നെ ബഗ് ചെയ്യണമെങ്കിൽ അയാൾക്ക് തോന്നുന്നു എന്റെ പാസ്പോർട്ട് അടക്കം കൊണ്ടുപോകണമെന്നാണെങ്കിൽ ആ യാത്ര അവിടെ തീർന്നു. പിന്നെ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് വന്ന് പാസ്പോർട്ടൊക്കെ ശരിയാക്കി വീണ്ടും ഈ വിസ ശരിയാക്കി വേണം ഞാൻ യാത്ര ചെയ്യാൻ. അപ്പൊ ഒറ്റയ്ക്കുണ്ടായിരുന്ന യാത്രയിൽ ഇപ്പൊ ഈ ചെറിയ ആളുകളെ ആണെങ്കിലും ഞാൻ കയറ്റിയതിനെ കുറിച്ച് ഇപ്പൊ നോക്കുമ്പോ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ചിലപ്പം റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് നമ്മൾ എടുക്കണം. നമ്മൾ യാത്ര ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഇതൊന്നും ആലോചിക്കില്ല. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നുള്ളതിന് എന്റെ നോട്ടത്തിൽ ഒട്ടേറെ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് വേറെ 2 പേരുണ്ടെന്ന് വെച്ചോ, അവരുടെ താല്പര്യങ്ങൾ നമ്മൾ കൂടുതലായി മുൻഗണന കൊടുക്കണം. അവരുടെ ശാരീരികമായ എല്ലാ ഫിറ്റ്നസ് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നമായാൽ നമ്മളുടെ പ്ലാനിങ് ഒന്നും ഇല്ല ഈ യാത്രയിൽ, എങ്കിൽ പോലും പല കാര്യങ്ങളും തെറ്റും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ സഹിച്ചാൽ മതി, അനുഭവിച്ചാൽ മതി. ഇപ്പൊ ഒരു ദിവസം ഒരു ഇത്തിരി കൂടി എക്സ്പെൻസീവ് ആയ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. മറ്റൊരാളുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല, മറ്റൊരാളുടെ പോക്കറ്റിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ന് പൈസ ഇല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിക്കണ്ട, ഇന്നത്തെ നമ്മുടെ അലവൻസ് തീർന്നെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കാം. എനിക്ക് ഇത്തിരി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര അലോസരപ്പെടാൻ വേറൊന്നും വേണ്ട. നമുക്ക് ചിലപ്പോൾ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് വരും ഇങ്ങനത്തെ യാത്രയിൽ, അറിയില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങൾ ഈ ഒറ്റയ്ക്കുള്ള യാത്രയിലുണ്ട്. എന്നാൽ അതിലേറെ അപകടങ്ങളുണ്ട്. എവിടെങ്കിലും ഒരു അപകടം പറ്റിയിരുന്നെങ്കിൽ
തിരിച്ചറിയപ്പെടാനാവാതെ പോകുന്ന ഒരാളായി മാറിയനെ ഞാൻ ഒരു പക്ഷേ. അപ്പൊ അത്തരത്തിലുള്ള റിസ്കുകളും ഉണ്ട് ഈ യാത്രയിൽ. ഈ യാത്രാവിവരണത്തില് പല നഗരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ നഗരങ്ങളെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സൈക്കിളുകളുടെ നഗരമെന്നോ അല്ലെങ്കിൽ പൂച്ചകളുടെ സ്ഥലമെന്നോ ആ ഒരു എന്തെങ്കിലും സവിശേഷതയുമായി എനിക്ക് മറ്റേ വിയന്നയെ കുറിച്ചിട്ട് പൂന്തോട്ടങ്ങളുടെ നഗരം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ എന്തോ പറയുന്നുണ്ടോ? വിയന്നെ കുറിച്ച് പാർക്കുകളുടെ നഗരം. പാർക്കുകളുടെ നഗരം. പൂച്ചകളെ ടർക്കിയാണോ അല്ലേ? പൂച്ചകളെ ബന്ധപ്പെടുത്തി ടർക്കി, അതെ സൈക്കിളുകൾ മ്യൂണിക്ക്. അതെ, അങ്ങനെ ബന്ധപ്പെടുത്തി ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ കണ്ടിരുന്നു പറയാം. അതായത് നഗരങ്ങൾക്ക്, സ്ഥലങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കുക എന്നുള്ളത്. നഗരങ്ങളെ പറ്റി പറയുമ്പോഴും ഇപ്പൊ നേരത്തെ ഗൂഗിളിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഗൂഗിള് വഴി തെറ്റിച്ച കാര്യം പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഈ ഗൂഗിൾ നോക്കി പോയിട്ട് ആണോ അറിയില്ല, ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ ചെല്ലുകയും അതിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ അതിൻ്റെ ഭാഗമായിട്ടാണോ അറിയില്ല, ഒരു സന്ദർഭത്തിൽ യാത്രക്കിടയിലായിരിക്കാം, ഗ്രാമമാണോ എന്നറിയില്ല, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ഒറ്റ മരവും അതിൻ്റെ താഴെ ഒരു ബെഞ്ചും എന്നെ കാത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടായി. അത് ഗ്രാമത്തിലാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഗ്രാമത്തിലാണോ. ഈ ഗ്രാമങ്ങളിലുള്ള അനുഭവം, അവിടുത്തെ ഗ്രാമീണരുമായുള്ള അനുഭവം, അങ്ങനെ ഒന്ന് എന്തെങ്കിലും ഓർക്കാൻ പറ്റുകയാണെങ്കിൽ. ഇതിനകത്ത് ആദ്യം പറഞ്ഞു തന്ന നമ്മള് ഓരോ നഗരത്തെയും ബന്ധപ്പെടുത്തി എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ഗ്ലോബൽ ആരെങ്കിലും ഇട്ടിരിക്കുന്ന ഒരു രീതിയിലല്ല ഞാനത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നിയ, ഞാൻ എന്താണ് മുമ്പേ ആ ബസ്സുകളുടെ വിൻഡോയിൽ ഓരോരുത്തരും കാണുന്ന കാഴ്ച വ്യത്യസ്തമാണെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്ത് കണ്ടു എന്നതിനെ അടിസ്ഥാനമാക്കിയാണത്. അപ്പൊ അതില് എനിക്ക് ഇസ്താംബുളിനെ വിളിക്കാൻ ഇഷ്ടം പൂച്ചകൾ നഗരമാണ്. കാരണം അത്രയേറെ പൂച്ചകളുണ്ട്. കെഡി എന്നാണ് അതിനെ വിളിക്കുന്നത് അവിടെ ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു നഗരം, അതിനെ അങ്ങനെ ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്താണ് എന്റെ മനസ്സിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത്. പിന്നെ ഇപ്പൊ ഈ ഒരു മരവും ബെഞ്ചും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു വഴിയാണത്. ഞാൻ അതുവഴി പോകാൻ കാരണം ജർമ്മനിയിലെ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഒരു മോട്ടോർ വേ ഉണ്ട്. അവിടെ ഒരു വണ്ടികൾക്കും സ്പീഡ് ലിമിറ്റിന് ക്യാമറകളോ അല്ലെങ്കിൽ അതിന് ഫൈനുകളോ ഇല്ലാത്ത കുറെ ദൂരമാണ്. അത് ഈ വലിയ മോട്ടോർ കാറുകളൊക്കെ, വലിയ ഹോസ് പവർ ഉള്ള വണ്ടികളൊക്കെ വന്ന് ഓടിക്കാൻ വേണ്ടി ആളുകൾക്ക് റേസ് പോകുന്ന രീതിയിൽ ഓടിക്കാനുള്ള ഒരു മോട്ടോർ വേ ആണ്. ആ മോട്ടോർ വേയിൽ കൂടി സഞ്ചരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ റൂട്ട് അതുവഴിയാക്കിയത്. പക്ഷെ അതിന് മുന്നിൽ എവിടെയോ ഒരു അപകടം നടന്നപ്പോൾ വണ്ടി തിരിച്ചുവിട്ടു. ഡീടൂറിംഗ് ഒക്കെ ഇതിനകത്ത് വളരെ നാച്ചുറലായി നടക്കുന്നതാണ്. അപ്പൊ ആ തിരിച്ചുവിട്ട വഴിയിൽ ഞാൻ എത്തപ്പെട്ട ഒരു സ്ഥലമാണത്. അപ്പൊ ഉച്ചഭക്ഷണ സമയമാണ്. അപ്പൊ ആ പാടത്തിന് നടുവിൽ ഒരു മരവും ഒരു ബെഞ്ചും ഇരിക്കുന്ന കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി. അപ്പൊ അവിടെ നിന്ന് കുറെ നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഒരു ഭക്ഷണ സ്ഥലം അന്വേഷിക്കുമ്പോൾ തന്നെ അവിടെ ഇത്തിരി അപ്പുറത്ത് പണിയെടുത്തിരുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് അവിടെ ഒരു പബ്ബ് കാണിച്ചിരുന്നത്. ആ പബ്ബിൽ പോയി ഭക്ഷണം കഴിച്ച്, ഗ്രാമത്തിലെ പബ്ബിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഹൃദ്യമാണ്. ആളുകൾ ഗ്രാമത്തിലെ, നമ്മുടെ നാട്ടിലായാലും നഗരത്തിലെ ആളുകൾ അപരനെ കൺസിഡർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അവരെ എന്തുകൊണ്ടൊക്കെയോ ഒരു സംശയദൃഷ്ടിയോടെ കൂടിയായിരിക്കും ആളുകളെ കാണുന്നത്. എന്നാൽ ഗ്രാമത്തിലുള്ളവര് അവരെ ഏത് നാട്ടിലായാലും നമ്മളെ അങ്ങ് ഉൾക്കൊള്ളുകയാണ്, വരവേൽക്കുകയാണ്. വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എനിക്ക്. ടർക്കിയില് ആട്ടിടയന്മാരുടെ കൂട്ടത്തില് അവിടെ എത്തിയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാനത് പലപ്പോഴും സ്വീകരിക്കാറില്ല. കുറച്ച് ഈ ഒറ്റയ്ക്കുള്ള യാത്ര എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിലെ നാഗരികൻ അവരെ സംശയദൃഷ്ടിയോട് കാണുന്നുണ്ടായിരിക്കാം.